ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനന്തപുരിയിലേക്ക് വന്ന നന്ദുവിനെ വളരെയധികം മോശമായിട്ട് കാര്യങ്ങൾ പറയാണ് ജലജ. എടി നീയേ അനിയുടെ അടുത്തേക്കൊന്നും പോയേക്കരുത് കേട്ടോ. നിന്റെ നവീൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചെങ്കിലും സമാധാനത്തോടെ ഇരിക്കണത്. ദേ അവൻ വന്ന അവനെ ചുറ്റിപ്പറ്റി നീ നിന്നാ മതി. അനിയുടെ നിഴൽവെട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് തന്നെ ജാനകിയും പറയുന്നുണ്ട്. അതെ, എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. എന്നാലും വിവാഹം ഉറപ്പിച്ച പെണ്ണല്ലേടി നീ, പിന്നെ എന്തിനാടി നീ ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്? അത് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും വിവാഹം കഴിപ്പിച്ചേക്കണത് ഇവിടെയാണ്. പിന്നെ ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഓ, മുത്തശ്ശനും മുത്തശ്ശി വിളിച്ചപ്പോഴേക്കും അവൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, നവീൻ ഇവിടെ വരുമ്പോൾ നവീൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതി, വേറെ ഞങ്ങളുടെ കൺമുമ്പിലേക്ക് നിന്നെ കണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് ജാനകിയും ജലജയും കൂടി ചേർന്ന്. നന്ദുവിനെ വല്ലാതെ വിഷമം തോന്നുന്നു കേട്ടോ. കാരണം ആ വീട്ടിൽ തന്നെയാണ് അനിയുള്ളത്. പക്ഷെ അനിയനൊന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നിനും തന്നെ സാധിക്കുന്നില്ല. അനിക്കും അങ്ങനെ തന്നെയാണ്. നന്ദു ഒന്ന് വന്ന് കാണാൻ പോലും സാധിച്ചില്ല. തൻ്റെ അമ്മ ജാനകി പറഞ്ഞിരിക്കുന്നത് നന്ദുവിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ജാനകി നന്ദുവിൻ്റെ അച്ഛനും അമ്മയും, അതായത് കനകേനെയും ഗോവിന്ദനെയും അവിടെ നിന്ന് അപമാനിച്ച് ആട്ടിയിറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താൻ കാരണം ഇനി അവരുടെ അച്ഛനും അമ്മയും, നന്ദുവിൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കേണ്ട എന്ന് കരുതി അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനും മുതിരണമൊന്നും ഇല്ല കേട്ടോ. നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി വിളിക്കുന്നുണ്ട്. പക്ഷെ നന്ദു ഫോൺ കട്ട് ചെയ്യാണ്. ഇനി അനിയുടെ സംസാരിക്കുന്നത് ആരും കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നയനയും നവ്യയും കൂടി പരസ്പരം സംസാരിക്കുന്നുണ്ട്. എന്നാലും നന്ദുവിൻ്റെ കാര്യം വളരെ കഷ്ടം തന്നെ. കാരണം അവൾ സ്നേഹിക്കുന്ന പയ്യൻ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണ് അവരുടെ വിവാഹം ഒന്ന് നടത്തുക ചേച്ചി എന്ന് നയന ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്. അത് തന്നെയാണ് മോളെ എനിക്കറിയാൻ പാടാത്തത്. സാധാരണ എന്തൊരു കാര്യത്തിനും ചെറിയൊരു പരിഹാര മാർഗം ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഒരു വഴി തെളിഞ്ഞു കിട്ടും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഒരു വഴിയും തെളിഞ്ഞു കിട്ടുന്നില്ല. എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. രണ്ടുപേരും പാവങ്ങൾ, വിയർപ്പ് മുട്ടാണ്. രണ്ടുപേർക്കും ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ സംസാരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയാണ്. നമുക്ക് അവരെ സഹായിക്കണമല്ലോ മോളെ. എങ്ങനെയെങ്കിലും രണ്ടുപേരും ഒന്ന് സംസാരിക്കട്ടെ. അയ്യോ ചേച്ചി, അതാരും കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമാകും. അറിയാലോ, അവരുടെ വിവാഹം നടത്താൻ ഒട്ടും താല്പര്യമില്ല ഇവിടുത്തെ ചെറിയ അമ്മക്കും ചെറിയ അച്ഛനും ജാനകി അപ്പച്ചിക്കും, അതുപോലെ തന്നെ എല്ലാവർക്കും. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിലും നിസ്സഹായാവസ്ഥയിലാണ്. കാരണം അച്ഛനും അമ്മയും ഇനിയിപ്പോൾ ആര് സമ്മതിച്ചാലും വിവാഹം നടത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. പിന്നെ നവീൻ്റെ ആലോചന വന്നപ്പോൾ അച്ഛനും അമ്മയും നിലത്തൊന്നുമല്ല. അത് നീ പറഞ്ഞ ശരിയാണ്. നവീനെ മരുമകനായി കിട്ടണതിൻ്റെ സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും. എന്നാലും കുഴപ്പമില്ല, അവർ രണ്ടുപേരും സംസാരിപ്പിക്കാൻ ഒരു അവസരം ഞാൻ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നവ്യ കേട്ടോ. അതിനുശേഷം നന്ദുവിനോട് പറയുന്നുണ്ട് നവ്യ, മോളെ നീ ഒന്ന് കൊണ്ട് വിഷമിക്കേണ്ട. നിനക്ക് അനിയടുത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വേണ്ട ചേച്ചി, അത് പല പ്രശ്നങ്ങളാവും. എന്തിനാ വെറുതെ? ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇപ്പം തന്നെ ഓരോരുത്തരുടെ വായിരിക്കണ വർത്താനം കേട്ടിട്ട് എനിക്കിവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് തോന്നുന്നത്. അയ്യോ മോളെ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നീ മാത്രമല്ല നിന്റെ ചേച്ചിമാരും കൂടിയല്ലേ തോൽക്കണത്. നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരാൻ പറ്റുമോ നോക്കട്ടെ, നീ വിഷമിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയണം. നയൻ അവിടേക്ക് വരുന്നുണ്ട്. നയനെ പറയുന്നുണ്ട്, ജാനകി അപ്പച്ചിയല്ല ജലജയുടെ വായ മൂടി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കണ്ടല്ല, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അവരെക്കുറിച്ച് ചേച്ചിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം. എന്താ ചേച്ചി അത്? അറിയാം, എനിക്ക് മാത്രമല്ല ആദർശേട്ടനും അറിയാം. പക്ഷെ അതിൽ കുറച്ചുകൂടി വ്യക്തത കിട്ടാനുണ്ട്. അതിനുശേഷം എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്നിങ്ങനെ പറയാണ്. എന്തായിരിക്കും ആ കാര്യം എന്ന് നവ്യയും അതുപോലെ തന്നെ നന്ദും ആലോചിക്കുന്നുണ്ട് കേട്ടോ. ശേഷം നയന നേരെ ജലജയടുത്ത് മാത്രമായിട്ട് പോവാണ്. അതെ, എനിക്ക് അപ്പച്ചിയെടുത്ത് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നോട് നിനക്ക് എന്താ സംസാരിക്കാനുള്ളത്? അല്ല, അപ്പച്ചി കുറേ നേരമായല്ലോ എൻ്റെ അനിയത്തിയെടുത്ത് വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കണത്. അവളെ എൻ്റെ അനിയത്തിയാണ്. ഇനി എങ്ങാനും അവൾക്ക് മോശമായിട്ട് സംസാരിക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പച്ചിയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചും അവിഹിത സന്തതിനെക്കുറിച്ചും ഞാനങ്ങ് പറയും. അപ്പച്ചിക്ക് അവരെവിടെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് അറിയാലോ. അതോ അറിയത്തില്ലേ? അറിയത്തില്ലെങ്കിൽ അപ്പച്ചി അറിഞ്ഞോ? അപ്പച്ചി മൂന്നാമത് പ്രസവിച്ച ആ ഒരു പെൺകുഞ്ഞ്, അത് പെൺകുഞ്ഞ് തന്നെയാണ്. അതിപ്പോൾ 25 വയസ്സുണ്ട്. ആ പെൺകുഞ്ഞ് എവിടെയാണെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പച്ചിക്ക് അറിയില്ലായിരിക്കും അല്ലേ? അപ്പച്ചിയുടെ വിചാരം എന്താണ്? ആ പെൺകുഞ്ഞ് ഇപ്പോൾ ഇല്ലെന്നാണോ? പക്ഷെ ആ പെൺകുഞ്ഞ് ജീവനോടെയുണ്ട്. ആ പെൺകുഞ്ഞിനെ ഞാൻ ഉടനെ തന്നെ ആദർശേട്ടനും ഞാനും കൂടി കണ്ടുപിടിക്കും. എന്നിട്ട് അപ്പച്ചിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. അതോടെ തീർന്നു അപ്പച്ചിയുടെ ഇവിടത്തുള്ള ജീവിതവും കാര്യങ്ങളും. എന്തായാലും നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഇത്രയും വലിയൊരു തറവാട്ടിൽ നിങ്ങളെപ്പോലൊരു അനാഥ പെണ്ണ് ജീവിക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. എന്നിട്ട് അത്
മുതലെടുത്ത് നല്ലൊരു ഭർത്താവിനെയും കിട്ടി, 2 കുഞ്ഞുങ്ങളെയും കിട്ടി. എന്നിട്ട് അതും കളഞ്ഞ് വേറൊരുത്തൻ്റെ കൂടെ പോയ നിങ്ങളെ സമ്മതിക്കണം. ശരിക്കും പറഞ്ഞാലേ അതിൻ്റെ എല്ലാ തെളിവുകളും കിട്ടിയിട്ട് ഞാനും ആദർശേട്ടനും ഒരു ഫിലിം പോലെ ഇവിടെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അയ്യോ നവ്യെ നയനെ നീ ചതിക്കല്ലേ, ദേ ഈ കാര്യങ്ങളൊന്നും നിൻ്റെ മക്കളൊന്നും അറിയല്ലേ, ഈ വീട്ടിൽ ആരും അറിയില്ലേ നയനെ, ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി വരില്ല. ഇത് അപ്പച്ചി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം തന്നെ അപ്പച്ചി തന്നെ തെറ്റിച്ചിട്ടുമുണ്ട്. ഇതങ്ങനെയൊന്നും അല്ല മോളെ, ഇനി ഒരിക്കലും ഒരിക്കലും നിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ഞാൻ വരില്ല, നീ ക്ഷമിക്ക്, ഈ ഒരു പ്രാവശ്യത്തേക്ക് കൂടി നീ ക്ഷമിക്ക്. ആ ശരി ആയിക്കോട്ടെ. ക്ഷമിക്കുക വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കണതല്ല, ഞാൻ പറയില്ല, ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് താമസമുണ്ട്. ഉടനെ തന്നെ ഞാനും ആദർശമായിട്ടും ആ കൊച്ചിൻ്റെ നിങ്ങൾ പ്രസവിച്ച 3ാമത്തെ കുഞ്ഞിൻ്റെ അടുത്ത് എത്തും. അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. അല്ലാതെ നിങ്ങളെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ പറയാതിരിക്കണത്, നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും ചെയ്തിട്ടല്ല ഞാൻ പറയാതിരിക്കണത് എന്നൊക്കെ പറഞ്ഞ് നയനെ അവിടെ നിന്ന് പോവാണ്. ജലജ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഇവളെല്ലാം അറിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇവളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, അത് ഇത്രയും നാൾ ഞാൻ സൂക്ഷിച്ച് എൻ്റെ മനസ്സിൽ മാത്രമുള്ള കാര്യം അവൾ അറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവൾക്ക് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമോ? എൻ്റെ ആ 3ാമത്തെ പെൺകുഞ്ഞ് ജീവനോടെ ഉണ്ടാകുമോ? ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും? ഇവൾക്ക് അറിയാമായിരിക്കുമോ? എനിക്കന്ന് ആ കുഞ്ഞിനെ കാണുമായിരുന്നല്ലോ. ഈശ്വര എൻ്റെ മോള് ജീവനോടെ ഉണ്ടോ അപ്പോൾ എന്നൊക്കെ നമ്മുടെ ജലജയും വിചാരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു കുഞ്ഞും കൂടി ഉണ്ട് കേട്ടോ, ഒരു പെൺകുഞ്ഞാണത്. അങ്ങനെ നമ്മുടെ ആദർശും നയനയും കൂടി ഓണത്തിൻ്റെ തിരക്കും കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ജലജയുടെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റിൽ പറഞ്ഞു ആ ഒരു മോള് നമ്മുടെ നന്ദു ആണെന്ന്. അങ്ങനെ ആവാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പം നമ്മുടെ ജലജ മുടിയൊക്കെ വെട്ടിയോണ്ട് എല്ലാവർക്കും തോന്നുമായിരിക്കും നന്ദുവിൻ്റെ അമ്മയായിരിക്കുമെന്ന്. പക്ഷേ കുറേ പേരിങ്ങനെ പറയണു ആ ട്വിസ്റ്റ് നന്ദു ആണ് ഇതെന്ന്. നമ്മുടെ കനക പ്രസവിക്കുന്ന അതേ ദിവസം തന്നെയാണ് ജലജ മറ്റേ കുഞ്ഞെ പ്രസവിച്ചതെന്നും, എന്നിട്ട് കനകയുടെ കുഞ്ഞ് മരിച്ചു പോയപ്പോഴേക്കും ജലജയുടെ കുഞ്ഞിനെ അവർ കൊണ്ടുവന്ന് ഇവിടെ വെച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ അനിയുടെ മുറപ്പെണ്ണായിട്ട് വരും ഈ പറയുന്ന നന്ദു അല്ലേ. അപ്പോൾ നന്ദു ആണോ ജലജയുടെ ആ ഒരു മകൾ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേര് കമൻറ്റ് അങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടു. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം അത് നന്ദു ആവാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ നന്ദു അല്ലെങ്കിൽ പോലും വേറൊരു പെൺകുട്ടി വരുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ അനിയുടെ മുറപ്പെണ്ണായിട്ട് വരുമല്ലോ. അപ്പം അനിയാണ് ചുറ്റി പോകാൻ വേണ്ടി പോണത്. കാരണം ഓൾറെഡി അവന്തിക എന്ന് പറഞ്ഞൊരു ശല്യം തലയിലുണ്ട്, മുറപ്പെണ്ണാണ്, അവളെ തന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ വേറൊരു പെണ്ണുകൂടി വരികയാണെങ്കിൽ അതോടെ തീർന്നു. പക്ഷെ അത് നന്ദു ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അങ്ങനെ നമുക്ക് നന്ദു തന്നെയാണ് നമ്മുടെ ജലജയുടെ യഥാർത്ഥ മകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മുടെ ആദർശും അതുപോലെ തന്നെ നയനയും കൂടി ചേർന്ന് ആ ഒരു കാര്യം കണ്ടുപിടിക്കണം. അപ്പോൾ നവ്യ ചോദിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് എന്താണ് നീ ഇങ്ങനെ അന്വേഷിച്ച് നടക്കണത്, നീ ഇപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കരുത് നയനെ, നിനക്കിപ്പോൾ 7 മാസം ആയിരിക്കുകയാണ്, ഇനിയിപ്പോൾ പല കാര്യങ്ങളും നീ അതൊന്നും നോക്കരുത്, നീ നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നയനയും ആദർശവും നമ്മുടെ ജലജയുടെ പുറകെ തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ ട്വിസ്റ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു സംഭവം വരുന്നൊന്നും പറയുന്നുണ്ട്. അതെന്തായിരിക്കും, അതാണ് ഇനിയിപ്പോൾ അടുത്ത വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ വീക്കെൻഡ് പ്രൊമോയിൽ കാണാൻ പറ്റുമായിരിക്കും. നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ മിക്കവാറും കാണിക്കുമായിരിക്കും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.